കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന യുദ്ധമാണ് റഷ്യ ഉക്രൈൻ. ഇന്ന് തീരും നാളെ തീരും എന്ന് പറയുന്നതല്ലാതെ അതിനൊരു സമാപ്തിയില്ല റഷ്യ ഉക്രൈൻ യുദ്ധത്തിന്. ഇസ്രായേൽ പാലസ്തീൻ പോലെ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധവും തുടരുകയാണ്. പക്ഷേ അതിപ്പോൾ അതിൻ്റെ തീവ്രമായ ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന് പറയാം. കഴിഞ്ഞ 3 വർഷം തുടരുന്നതിനിടെ ഉക്രൈൻ നേരിട്ട ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് കഴിഞ്ഞ ശനിയാഴ്ച റഷ്യ നടത്തിയത്. വലിയൊരു ഡ്രോൺ ആക്രമണമായിരുന്നു. കാരണം ഇത്തരത്തിലുള്ള റഷ്യ ഉക്രൈനെ ആക്രമിക്കുമ്പോഴെല്ലാം അതിനൊരു മിതമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ പരിധിയും കൈവിട്ടിരിക്കുകയാണ്. ആ പരിധി ലംഘിച്ചാണ് ഇപ്പോൾ റഷ്യ ഉക്രൈനെ ശക്തമായിട്ട് തിരിച്ചടിക്കുന്നത്. അത് ഉക്രൈന് താങ്ങാവുന്നതിന് അപ്പുറമാണ്. പക്ഷേ ഇന്ന് ഉക്രൈനെതിരെ ശക്തമായ ആക്രമണവുമായി റഷ്യ പ്രാദേശിക സമയം ശനിയാഴ്ച രാത്രിയോടെയാണ് റഷ്യ കിഴക്കൻ ഉക്രൈനിലേക്ക് ആക്രമണം ആരംഭിച്ചത്. ഏകദേശം 477 ഡ്രോണുകളും 60 മിസൈലുകളും ഉപയോഗിച്ചാണ് റഷ്യ ഉക്രൈൻ നേരെ ആഞ്ഞടിച്ചത്. ഈ ഒരു ആക്രമണത്തിൻ്റെ ഫലമായിട്ട് നിരവധി പ്രശ്നങ്ങളാണ് യുക്രൈനിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് ഈ ഒരു ഡ്രോണുകളുടെ ആക്രമണം മൂലം, മിസൈലുകളുടെ ആക്രമണം മൂലം നിരവധി ബിൽഡിങ്ങുകളും നിരവധി പേരും മരണമടഞ്ഞിരിക്കുന്നു. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞതുപോലെ റഷ്യ ആക്രമണത്തിൽ ഉക്രൈൻ F-16 പൈലറ്റും ഒരു സാധാരണക്കാരനും കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് വരുന്ന വാർത്ത. ആക്രമണം ശക്തമായതോടെ ഉക്രൈൻ പ്രതിരോധ സംവിധാനങ്ങൾക്കായി പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇപ്പോൾ സഹായം തേടിയിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളുടെ അടക്കം സഹായം ഇപ്പോൾ ഉക്രൈൻ തേടിയിരിക്കുന്നു. 3 വർഷമായിട്ട് തുടർന്ന ഈ ഒരു യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസം ആക്രമിച്ചത് റഷ്യ ഉക്രൈൻ്റെ മധ്യമേഖലാ പ്രവിശ്യയായ ചുർക്കാസിനും ആണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. റഷ്യ അയച്ച ഡ്രോണുകളിൽ 211 എണ്ണം വെടിവെച്ചിട്ടെന്നും 225 എണ്ണത്തിനെ ഇലക്ട്രോണിക് വാർഫയർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നിർവീര്യമാക്കുമെന്നാണ് ഉക്രൈൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ റഷ്യ അയച്ച 38 മിസൈലുകളിൽ പ്രതിരോധിക്കാനായെങ്കിലും ബാക്കിയുള്ളവയാണ് ഉക്രൈനിൽ ഇപ്പോൾ പതിച്ചിരിക്കുന്നതും അത് നാശനഷ്ടം ഉണ്ടാക്കിയിരിക്കുന്നതും. ഈ ഒരു നാശനഷ്ടത്തിൽ നിരവധി ബിൽഡിങ്ങുകളടക്കം കുട്ടികൾക്കടക്കം പരിക്കേറ്റിട്ടുണ്ട്. ഒരു കുട്ടി ചുർക്കാസിലുണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 6 പേർക്കാണ് പരിക്കേറ്റിയിരിക്കുന്നത്. റഷ്യൻ ആക്രമണം ശക്തമായതോടെ ഉക്രൈനുമായി അതിർത്തി പങ്കിടുന്ന പോളണ്ട് ഇപ്പോൾ വ്യോമ അതിർത്തി അടച്ചിരിക്കുന്നു എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. കാരണം അത് സുരക്ഷ അവിടെ ശക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ഉക്രൈൻ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യമാണ് പോളണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും മിസൈലിൻ്റെ ആക്രമണമൊക്കെ ഈ ഒരു വ്യോമപാതയിൽ, അതായത് വ്യോമപാതയ്ക്ക് പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് അവിടെ സുരക്ഷ ശക്തമാക്കുകയും ആ വ്യോമ അതിർത്തി പോളണ്ട് അടയ്ക്കുകയും ചെയ്തു. ഉക്രൈനുമായി ചർച്ച നടത്താൻ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ വെള്ളിയാഴ്ച പറഞ്ഞിരുന്നു. എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ ഇത്രത്തോളം, അതായത് ഈ 3 വർഷത്തിനിടയിൽ ഉണ്ടായതിൽ ഏറ്റവും ശക്തമായ ആക്രമണം ഉണ്ടായത്. റഷ്യൻ പ്രസിഡന്റ് ഇത്തരത്തിൽ ഇനിയൊരു സമാധാനം വേണം, അല്ലെങ്കിൽ ഇതൊരു സംസാരിച്ച് ചർച്ച ചെയ്ത് അത് പരിഹരിക്കാമെന്നുള്ള രീതി വന്നതിന് തൊട്ടു പിന്നാലെയാണ് റഷ്യ വീണ്ടും ഇത്തരത്തിലുള്ള ആക്രമണം നടത്തിയത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സംസാരിച്ച് ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സമാധാനത്തിലേക്ക് പോകാനുള്ള ഒരു ഉദ്ദേശത്തിലേക്കല്ല എന്നുള്ളത്. കാരണം ഇത് ഇന്നലെ തുടങ്ങും കഴിഞ്ഞ 3 വർഷമായിട്ടാണ് ഈ ഇരു രാജ്യങ്ങളും അനുഭവിക്കുന്നത്. ഏതായാലും ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ, ഗ്ലൈഡ് ബോംബുകൾ തുടങ്ങിയ ഉപയോഗിച്ചാണ് റഷ്യ ആക്രമണം ഇപ്പോൾ നടത്തിയത്. ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പാശ്ചാത്യ സഖ്യത്തിൻ്റെ ഇപ്പോൾ സഹായമൊക്കെ തേടിയിട്ടുണ്ട്. ഈ റഷ്യൻ വ്യോമ ആക്രമണങ്ങളെ ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള നൂതനവും ശക്തവുമായ പ്രതിരോധ സംവിധാനങ്ങൾ തങ്ങൾക്ക് വേണമെന്നുള്ളത് സെലൻസ്കി അഭ്യർത്ഥിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ആഴ്ച ഹേഗിൽ നടന്ന കൂടിക്കാഴ്ചയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടും ഇക്കാര്യം സെലൻസ്കി പങ്കുവച്ചിരുന്നു. ഇപ്പോൾ US-ൻ്റെയും യൂറോപ്പിൻ്റെയും പിന്തുണ ലഭിക്കേണ്ടതുണ്ട് എന്നാണ് സെലൻസ്കി പറയുന്നത്. കാരണം എങ്ങും എത്താത്ത രീതിയിലുള്ള ഈ ഒരു ആക്രമണമാണ്. ഇതിനിടയ്ക്ക് ട്രംപ് നിരവധി സന്ദർഭങ്ങളിൽ ഇരു രാജ്യങ്ങളോടും സംസാരിച്ചു. പിന്നെ ട്രംപിൻ്റെ സംസാരം നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ ഒരു മീഡിയേഷൻ എങ്ങും എത്താത്ത രീതിയിൽ നിൽക്കുകയാണ് ഇസ്രായേലും പാലസ്തീനും. അതുപോലെ തന്നെ റഷ്യയിലും ഉക്രൈനിലും ഇത്തരത്തിൽ അദ്ദേഹം സംസാരിക്കുന്നിടത്തൊന്നും സമാധാന പ്രിയനാണ്. സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടാനൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ പ്രസിഡന്റ് ആയതിനു ശേഷം
ഒന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, പശ്ചിമേഷ്യ പോലുള്ള രാജ്യങ്ങളിൽ നിരവധി യുദ്ധങ്ങളും സംഘർഷങ്ങളുമാണ് ഉടലെടുത്തിരിക്കുന്നത്. പുതുതായിട്ട് ഉടലെടുക്കുന്ന കുറേ സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചർച്ച മീഡിയേഷൻ എങ്ങും എത്താത്ത രീതിയിൽ പോവുകയാണ്. പക്ഷേ അമേരിക്കയ്ക്ക് മാത്രമേ ഇരു രാജ്യങ്ങളെ ഒന്ന് സമന്വയിപ്പിച്ചുകൊണ്ട് ഒരു സമാധാന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. റഷ്യ നമുക്കറിയാം വൻ ശക്തി, അമേരിക്കയെ പോലെ തന്നെ വൻ ശക്തമായിട്ടുള്ള രാജ്യമാണ്. ഇത്തരത്തിൽ ഉക്രൈനും അവരോട് പ്രതിരോധിക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഉക്രൈൻ നിൽക്കുന്നത്. കാരണം മറ്റുള്ള രാജ്യങ്ങളുടെ ഒരു സഹായമില്ലാതെ ഉക്രൈന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കടക്കുന്നത്. ഏതായാലും റഷ്യ ഒരു സമാധാന ചർച്ചയ്ക്ക് വിളിച്ചിരുന്നുവെങ്കിലും അതിന് തൊട്ടു പിന്നാലെ ഇത്തരത്തിലുള്ള ആക്രമണം എന്തിനാണ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. വാർത്തകളൊന്നും ഇപ്പോൾ എന്തിനാണ് അത്തരത്തിലുള്ള ആക്രമണം, അതിന് ശക്തമായ ഒരു ആക്രമണം ഉണ്ടാക്കിയത് എന്തിനാണെന്നുള്ള അറിയില്ല. നമുക്കറിയാം ഇറാൻ ഇസ്രായേൽ അല്ലെങ്കിൽ ഇറാൻ അമേരിക്ക ഈ ഒരു ഇപ്പോൾ പശ്ചിമേഷ്യ ഈ ഒരു ഇടക്കാലത്തുണ്ടായ ഒരു സംഘർഷത്തിൽ ഇറാനിലേക്ക് വലിയ രീതിയിൽ ഇസ്രായേൽ അടിച്ചിരിക്കുകയും ഒപ്പം അമേരിക്ക കൂടുകയൊക്കെ ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ ഇറാൻ തിരിച്ച് ശക്തമായിട്ട് തന്നെ ഇസ്രായേലിന് മിസൈലുകളൊക്കെ വർഷിക്കുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ അതോടെ വെടിനിർത്തൽ വരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാകുന്ന റഷ്യ ശക്തമായിട്ട് അവസാനത്തെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ആഞ്ഞടിച്ചതിന് ശേഷം ഇനിയൊരു സമാധാന ചർച്ചയിലേക്കാണോ ഉരുത്തിരിയുന്നതെന്നുള്ള അറിയില്ല. ഏതായാലും ഉക്രൈന് പിടിച്ചു നിൽക്കാവുന്നതിലും അധികമായിട്ടുണ്ട് എന്നുള്ളത്. കാരണം 3 വർഷമായിട്ട് തുടരെയുള്ള ഒരു ആക്രമണമാണ്. ഇതിലെ ഉക്രൈന് പിടിച്ചു നിൽക്കുന്നതിന് അതിൻ്റേതായ പരിധികളുണ്ട്. ആ പരിധി ഇപ്പോൾ റഷ്യ കൂടി ലംഘിച്ചിരിക്കുകയാണ്. കാരണം ആ പരിധി കടന്നു എന്നുള്ളത് വേണം ഇതിൽ നമുക്കറിയാൻ. കാരണം 3 വർഷത്തിനിടയിൽ വളരെ ശക്തമായിട്ടാണ് ഇതാദ്യമായിട്ട് ശനിയാഴ്ച ഉണ്ടായ ഈ ഒരു ആക്രമണം റഷ്യ അഴിച്ചുവിട്ടത്. ആക്രമണത്തിൽ നിരവധി മിസൈലുകൾ, തുരുതുരാ മിസൈലുകൾ, 477 ഡ്രോണുകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം 477 ഡ്രോണുകളും 60 മിസൈലുകളുമാണ് ഉക്രൈനിലേക്ക് ആക്രമണത്തിന് വേണ്ടി റഷ്യ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാലിസ്റ്റിക് മിസൈലും ക്രൂയിസ് മിസൈലും ഗ്ലൈഡ് ബോംബുകളും ഒക്കെ ഉപയോഗിച്ചാണ് ഉക്രൈനിലേക്ക് അയച്ചിരുന്നത്. ഒരുവിധമൊക്കെ ഉക്രൈൻ ഈ പറഞ്ഞതുപോലെ പ്രതിരോധിച്ചു എന്ന് പറയുന്നിടത്ത് ഇപ്പോൾ ഏതൊരു രാജ്യമാണെങ്കിലും പറയത്തില്ലല്ലോ ഞങ്ങൾ പ്രതിരോധിച്ചില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കിട്ടിയിരുന്നു. ഉക്രൈൻ പ്രതിരോധിച്ചു എന്ന് പറയുന്നിടത്തും പക്ഷേ വലിയ നാശനഷ്ടങ്ങൾ തന്നെയാണ് അവിടെ ഉണ്ടായി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ. കാരണം ഉക്രൈന് ഒരു വിധത്തിൽ മാത്രമേ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങളുള്ളൂ. റഷ്യയോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനുള്ള സംവിധാനങ്ങൾ ഉക്രൈന് കുറവാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒരു നാശനഷ്ടങ്ങൾ തന്നെ ഉക്രൈൻ ഉണ്ടായി എന്ന് തന്നെ വേണം പറയാൻ. ഈ 3 വർഷം കൊണ്ട് ഉക്രൈൻ ഏകദേശം ഗാസയോളം വന്നില്ലെങ്കിലും ഗാസയോടൊപ്പം തന്നെ ഉക്രൈനും ഏകദേശം തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളാണ് നമ്മളൊക്കെ കാണുന്നത്. കാരണം സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ ഒരുപാട് പുറകിലോട്ട് ഉക്രൈൻ പോകുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യക്ക് ഇത്തരത്തിൽ ആക്രമണം ഒരു പക്ഷേ സോവിയറ്റ് യൂണിയൻ എന്നൊക്കെ പറഞ്ഞ ഒരു പഴയ ചരിത്രം റഷ്യക്കുണ്ടെങ്കിലും ആ ഒരു വലിയ വൻ ശക്തമായിട്ടുള്ള ആ രാജ്യങ്ങളൊക്കെ ഭിന്നിച്ചു പോവുകയും പിന്നെ റഷ്യ ഒറ്റയ്ക്കാവുകയും ചെയ്തതോടുകൂടി റഷ്യയുടേതായ പരിമിതികളുണ്ട്. ഒരു പക്ഷേ വൻ ശക്തിയായിട്ട് ആണെങ്കിൽ തന്നെയും ഈ പറഞ്ഞതുപോലെ നാശനഷ്ടങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ബാധിച്ചിട്ടുണ്ട്. എന്തായാലും കൂടുതൽ ഉക്രൈനാണ് ബാധിച്ചത്. ഏതായാലും ഇനിയും ഇത് തുടരുകയാണെങ്കിൽ ഉക്രൈൻ മറ്റൊരു ഗാസയായി മാറാൻ അധികം താമസമില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. റഷ്യ ഇത്തരത്തിൽ വലിയ ശക്തമായ തിരിച്ചടി നൽകിയതുകൊണ്ട് തന്നെ ഇനി ശക്തമായിട്ട് തന്നെ ആ യുദ്ധം മുന്നോട്ട് പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ സമാധാന ചർച്ചയിലേക്ക് സെലൻസ്കി വരേണ്ടി വരും. അങ്ങനെ വന്നില്ല എന്നുണ്ടെങ്കിൽ ഉക്രൈൻ മറ്റൊരു ഗാസയായിട്ട് കാണുമോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആശങ്ക.